ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇലിഗൽ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്വിംഗ് ട്രേഡിന് പറ്റിയ ലോകത്തിലെ എല്ലാ ആളുകളും വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇതിൻ്റെ പേര് ഗോൾഡൻ ക്രോസ് ഓവർ സ്ട്രാറ്റജി എന്നാണ്. ലോങ് ടൈമിലേക്ക് ആളുകൾ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ട് വൈഡ്ലി ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നേരെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നേരെ ചാർട്ടിലേക്ക് വരാം. ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് പരിചയപ്പെടാം. ഗോൾഡൻ ക്രോസ് ഓവർ സ്ട്രാറ്റജി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാട്ട് ഈസ് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഗൂഗിളിൽ കാണാൻ സാധിക്കുന്നത് ഗോൾഡൻ ക്രോസ് ഓവർ ഈസ് എ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ ദാറ്റ് ഇൻഡിക്കേറ്റ് എ പൊട്ടൻഷ്യൽ ബുള്ളിഷ് ട്രെൻഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ എ സ്പെസിഫിക് സെക്യൂരിറ്റി. ഇറ്റ് ഒക്കർ വെൻ ദ, ഇവിടെ തൊട്ടാണ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഒക്കർ വെൻ ദ അസറ്റ് ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് യൂഷ്വലി 50-day ക്രോസ് എബവ് ലോങ് ടൈം മൂവിങ് ആവറേജ് യൂഷ്വലി 200-day. ഇത് ഞാൻ പറയാൻ കാരണം ഇത് ഞാൻ കണ്ടുപിടിച്ച സ്ട്രാറ്റജി ഒന്നുമല്ല, മാർക്കറ്റിലുള്ള സ്ട്രാറ്റജിയാണ്. ഗൂഗിൾ പറയുന്നത് ഈ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 50-day മൂവിങ് ആവറേജ് 200-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റിയിൽ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ലോങ് ടൈം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ ഇത്ര അധികം വിശദീകരിച്ച് പറയാൻ കാരണം ഇതൊരു ഡിസ്ക്ലൈമർ കൂടിയാണ്. കാരണം മാർക്കറ്റിലുള്ള ഗോൾഡൻ ക്രോസ് ഓവർ സ്ട്രാറ്റജീനെ പറ്റിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ് ഇത്. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോ മറ്റൊന്നും അല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വൈഡ്ലി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ലോകത്തിലുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഗൂഗിളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ഈ മൂവിങ് ആവറേജിനെ കുറിച്ചെല്ലാം അവർക്ക് അറിയാവുന്ന കരുതുന്നു, എങ്കിൽ കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. ആദ്യം നമുക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. മൂവിങ് ആവറേജ്, 2 മൂവിങ് ആവറേജ് വേണം. കാരണം എന്താ, നമ്മൾ മൂവിങ് ആവറേജിൽ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് 50-day മൂവിങ് ആവറേജും 200-day മൂവിങ് ആവറേജും ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 മൂവിങ് ആവറേജ് ഞാൻ ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്തു. അതിനുശേഷം ഒന്നിൻ്റെ വാല്യൂ ഞാൻ 50 ആക്കി. അത് ചെറിയ മൂവിങ് ആവറേജ് ആണ്, അതിനൊരു ബ്ലൂ കളർ കൊടുത്തു. അതിനുശേഷം 2 മൂവിങ് ആവറേജ് ഒന്ന് കാണാൻ സാധിക്കും അല്ലേ. രണ്ടാമത്തെ മൂവിങ് ആവറേജ് ഇൻപുട്ട് ഞാൻ 200 കൊടുത്തു. വലിയ മൂവിങ് ആവറേജ്, അതിൻ്റെ കളർ ഞാനൊന്ന് റെഡ് കളറാക്കി. അതിനുശേഷം ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ 2 മൂവിങ് ആവറേജ് കാണാൻ സാധിക്കുന്നു. ഡെയിലി നമ്മുടെ ടൈം ഫ്രെയിം ഡേ ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ 2 മൂവിങ് ആവറേജ് ഉണ്ട്. ഒന്ന് 50 ദിവസത്തെ ദിവസമാണല്ലോ ഇത്. അപ്പോൾ ഈ ബ്ലൂ കളർ കാണിക്കുന്നത് 50 ദിവസത്തെ ആവറേജ് മൂവിങ് ആവറേജിൻ്റെ ആ ഒരു ലൈനും, റെഡ് കാണിക്കുന്നത് കഴിഞ്ഞ 200 ദിവസത്തെ ഡെയിലി മൂവിങ് ആവറേജിൻ്റെ ആ ഒരു ലൈനുമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താ ഈ ഒരു മൂവിങ് ആവറേജ് ക്രോസർ എന്താ, 200-നെ മറികടന്ന് 50 പോവുകയാണെങ്കിൽ, അതായത് 200-day മൂവിങ് ആവറേജിനെ മറികടന്ന് 50-day മൂവിങ് ആവറേജ് പോവുകയാണെങ്കിൽ അവിടെ ഒരു ബൈ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ അത് വന്ന സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൽ കാണിക്കുന്നതല്ല കേട്ടോ, എല്ലാ സ്റ്റോക്കിലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസ് നോക്കാം. അതിൽ ഏറ്റവും വലിയൊരു കമ്പനിയാണല്ലോ റിലയൻസ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് വർക്കാവുമെന്ന് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ക്രോസ് ഓവർ, അതായത് 200-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് ആ ഒരു 50-day മൂവിങ് ആവറേജ് പോയ സമയത്ത് അവിടെ നിന്നൊരു കമ്പനിക്ക് ഒരു ലോങ് ടൈം ഒരു റാലി ലഭിച്ചിരുന്നു. അതായത് വീണ്ടും ആ ഒരു ബേറിഷായിട്ട് വരുന്നത് ഈ റെഡ്, അതായത് 200-day മൂവിങ് ആവറേജ് മുകളിൽ കയറുമ്പോഴാണ് ആ ഒരു അലാമിങ് സ്റ്റേജ് ഉള്ളത്. അതുവരെ ആളുകൾക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഇതിനു മുമ്പും ഇതേ സ്റ്റോക്കിൽ തന്നെ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിവിടെ വേറെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറായിരിക്കും. കാരണം ഒരു സ്റ്റോക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ എസ്പെഷ്യലി നിഫ്റ്റി അത് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇപ്പോൾ സ്റ്റോക്കുകളിലെല്ലാം നിന്ന് നിൽക്കുന്നത് 200-day മൂവിങ് ആവറേജിൻ്റെ മുകളിലും 50-day മൂവിങ് ആവറേജിൻ്റെ മുകളിലൊക്കെ തന്നെയാണ്. കാരണം ഓൾ ടൈം ഹൈ ആണ്, സ്റ്റോക്കൊക്കെ ഹൈ ആണ്. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വരികയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ സ്റ്റോക്കുകളെ പിക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പിക്ക് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ സ്റ്റോക്ക് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ എൻട്രി കണ്ടീഷൻ എന്ന് പറയുന്നത് 200-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് 50-day മൂവിങ് ആവറേജിൽ നിൽക്കുന്ന അവസരത്തിലുള്ള സ്റ്റോക്കിനെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ അജണ്ട. ഇത് എന്താണ് മൂവിങ് ആവറേജ് ക്രോസ് ഓവർ, ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ഗോൾഡൻ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ഇത് എങ്ങനെ സ്റ്റോക്ക് എടുക്കുക എന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു പ്രോസസ്സ്. ഇവിടെ വെച്ച് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ HDFC ബാങ്കിൽ നോക്കാം. HDFC ബാങ്കിൽ ഇപ്പോൾ ഇതിനു മുമ്പ് ഗ്രീൻ മുകളിൽ, അതായത് 50-day മൂവിങ് ആവറേജ് വന്ന ഒരവസ്ഥ കാണാം. അതിൽ നിന്ന്
സ്റ്റോക്ക് നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ പോയി. അതിനുശേഷം റെഡ് മുകളിൽ വന്നപ്പോഴാണ് ഒരു സ്റ്റോക്ക് താഴെ പോയിട്ടുള്ളത്. ഗ്രീൻ മുകളിൽ വരുമ്പോൾ 50-day മൂവിങ് ആവറേജ് വരുമ്പോൾ ഒരു ബൈ പൊട്ടൻഷ്യലും, റെഡ് മുകളിൽ വരുമ്പോൾ അതായത് ഈ ഒരു സമയത്ത് അവിടെയാണ് സ്റ്റോക്ക് താഴേക്ക് പോകുന്നത്. അപ്പോൾ ലോങ് ടൈമാണ് ഇന്ന് ഒരു ഇൻട്രാഡേ എൻട്രി അല്ല, ഒരു ലോങ് ടൈമിലേക്ക് ആളുകൾ ബൈ ചെയ്യാനായിട്ട് പരിഗണിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ വിശദമായിട്ട് മൂവിങ് ആവറേജിനെ ക്രോസ് ഓവറിനെ കുറിച്ച് നിങ്ങൾ കാണിക്കുമ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഗൂഗിളിൻ്റെ ആദ്യത്തെ സെർച്ച് തന്നെ ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിലും അതുപോലെ തന്നെ. ഇപ്പോൾ നിഫ്റ്റി ഞാനിപ്പോൾ എടുക്കാം, നിഫ്റ്റി എടുത്തു. നിഫ്റ്റി ഇപ്പം നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ നിഫ്റ്റി കാണാം, ഇതാണ് റെഡാണ് നമ്മുടെ 200 മൂവിങ് ആവറേജ്. 2023 തന്നെ ഈ മൂവിങ് ആവറേജിൻ്റെ മുകളിൽ നിഫ്റ്റി പോയിട്ടുണ്ട്. നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ നിഫ്റ്റിയിലും അതുപോലെ തന്നെയാണ് അവസ്ഥ. എപ്പോഴാണ് ആ ഒരു ക്രോസ് ഓവർ കണ്ടത്, അതിനുശേഷം നിഫ്റ്റി നിലം തൊട്ടിട്ടില്ല, ശക്തമായിട്ട് റാലിയാണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ കണ്ടു, അപ്പോൾ എല്ലാ ഇൻഡെക്സിലും ഇത് തന്നെയാണ് അവസ്ഥ. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും എപ്പോഴൊക്കെയോ ആ ഒരു ക്രോസ് ഓവർ നടന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയാണത്. ബാങ്ക് നിഫ്റ്റിയിൽ 50 മൂവിങ് അവർ 200ൻ്റെ മുകളിൽ പോയത് ഈ ഒരു അവസരത്തിലാണ്. അപ്പോൾ അതിനുശേഷം ബാങ്ക് നിഫ്റ്റി അപ് ട്രെൻഡ് മാത്രമാണ് ഉള്ളൂ. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്താണ് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് കിട്ടുമോ എന്നുള്ളതാണ്. നല്ല സ്റ്റോക്കുകളെല്ലാം തന്നെ കിട്ടാനുള്ള സാധ്യതയില്ല, കാരണം നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി ഇടിയുന്ന സമയത്ത്, മാർക്കറ്റ് കൺസോളിഡേറ്റ് ആവുന്ന സമയത്ത്, ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്നെല്ലാം തന്നെ ബാങ്ക് നിഫ്റ്റി ഇടിയുന്ന സമയത്ത് സ്റ്റോക്കുകളും ഇതേ പാറ്റേൺ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ഇതിൻ്റെ കൂടുതൽ പ്രസക്തി. പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇപ്പോഴും അവൈലബിൾ ആകുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളും ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചാർട്ടിങ്ങിൽ വന്നു നിങ്ങൾ സിമ്പിളായിട്ട് യൂസർ ID പാസ്വേഡ് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് സ്കാൻ എന്ന് കൊടുക്കാം. ക്രിയേറ്റ് സ്കാൻ പ്ലസ് ഐക്കൺ കാണാം. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, SMA, സിമ്പിൾ SMA. എന്താ വേണ്ടത്, ക്രോസ് എബോവ്, വീണ്ടും സിമ്പിൾ SMA. ഓക്കെ, ഇനി വാല്യൂസ് എല്ലാം തന്നെ മാറ്റാം. ഡെയിലി എന്നുള്ളത് നമുക്ക് 1 day ago, ഇവിടെയും 1 day ago. ഇവിടെ എന്താ 220 അല്ല വേണ്ടത്, 50. ക്രോസസ് എബോ അങ്ങനെ തന്നെ. ഡെയിലി എന്ന് പറയുന്നത് 1 day ago, ഡെയിലി 1 day ago. സിമ്പിളാണ്, 200. അതിനുശേഷം നമ്മൾ എന്താ നോക്കുന്നത്, ക്യാഷ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ മാർക്കറ്റ്. എൻറ്റയർ മാർക്കറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇവിടെ നിങ്ങൾ ക്യാഷ് മാറ്റിയതിന് ശേഷം നിഫ്റ്റി 50 നോക്കുമ്പോഴോ സ്റ്റോക്കുകൾ കാണാൻ സാധ്യതയില്ല. കാരണം എന്താ, സ്റ്റോക്കൊക്കെ ഓൾ ടൈം ഹൈയിലാണോ ഉള്ളത്, സ്റ്റോക്ക് കാണാൻ സാധ്യതയില്ല. നിഫ്റ്റി 50ൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ നല്ലൊരു ലോങ് ടൈം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് നിഫ്റ്റി 500 നോക്കാം. നിഫ്റ്റി 500ൽ ഇപ്പോൾ വെസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്, ZF കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്. വെസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ മാക്ഡൊണാൾഡിൻ്റെ പ്രൊമോട്ടേഴ്സാണ്. വെസ്റ്റ് ലൈഫിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്തു, നേരെ വെസ്റ്റ് ലൈഫിൽ നമ്മൾ പേസ്റ്റ് ചെയ്താൽ കാണാൻ സാധിക്കാം. വെസ്റ്റ് ലൈഫിൽ അങ്ങനെ ഒരു ബ്രേക്ക് ജസ്റ്റ് നടന്നിട്ടുണ്ട്. ഇതിനർത്ഥം വെസ്റ്റ് ലൈഫ് ഇനി ലോങ് ടൈമിലേക്ക് വാങ്ങിച്ചോ, സ്റ്റോക്ക് പറക്കും എന്നുള്ള യാതൊരു ഗ്യാരണ്ടി ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മുടെ ചാനൽ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ്. ഞാൻ ഇത്രയധികം ഡിസ്ക്ലൈമർ പറയാൻ കാരണം, പല ആളുകളും പല രീതിയിലുള്ള ആളുകൾ ചാനൽ കാണുന്നുണ്ട്. വളരെ ബിഗിനറായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ബൈ എൻട്രി ആണ് എന്നുള്ള രീതിയിൽ ആളുകൾ എടുത്തേക്കാം. അപ്പോൾ അങ്ങനെ എടുക്കരുത്. നിങ്ങളുടേതായിട്ടുള്ള പഠനം നടത്തണം. പക്ഷേ എനിവേ വെസ്റ്റ് ലൈഫിൽ ഇങ്ങനെയുള്ളൊരു ഒരു ബ്രേക്കൗട്ട് നടന്നു എന്ന് കാണാൻ സാധിക്കും. ഇതിനു മുമ്പ് എപ്പോഴാണ് വെസ്റ്റ് ലൈഫിൽ ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് നടന്നത്? ഇതിനു മുമ്പ് വെസ്റ്റ് ലൈഫിൽ ഈ ഗ്രീൻ എവിടെ മുകളിൽ കയറിയിട്ടുള്ളത്? കർസർ വെക്കുന്നു, എക്സ് ആക്സിലേക്ക് നേരെ നോക്കാം. 2023 ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് വെസ്റ്റ് ലൈഫിൽ നടത്തിയത്. അതിനുശേഷം വെസ്റ്റ് ലൈഫ് ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തി മുകളിലേക്ക് പോയി. അതിനുശേഷം റെഡ് ആണ് മുകളിൽ കയറിയിട്ടുള്ളത്. അതായത് 200 മുകളിൽ പോയപ്പോൾ സ്റ്റോക്കിന് താഴെ ഇടിഞ്ഞു, വീണ്ടും മുകളിലേക്ക് വന്ന് ഈ ഒരു ജസ്റ്റ് ഒന്ന് ഗ്രീൻ മുകളിലായ ഒരു അവസ്ഥയിലാണുള്ളത്. പക്ഷേ വെസ്റ്റ് ലൈഫിനെ നിങ്ങൾ ടെക്നിക്കലി വീണ്ടും അനലൈസ് ചെയ്യണം, ഫണ്ടമെൻ്റലി വീണ്ടും അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് ഗോൾഡൻ ക്രോസ് ഓവർ സ്ട്രാറ്റജി വർക്കാവുന്നത്, എങ്ങനെ പിക്ക് ചെയ്യാം, എന്താണ് ഗോൾഡൻ ക്രോസ് ഓവർ, എങ്ങനെ പിക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളാണ് ഇനി ഇതിനെ മാറ്റിയെടുത്ത് ഇതുപോലെയുള്ള സ്റ്റോക്കുകളെ, നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഇവിടെ 500 മാറ്റി ക്യാഷ് കൊടുക്കുമ്പോൾ എൻറ്റയർ മാർക്കറ്റ് വരും. 50 കൊടുക്കുമ്പോൾ നിഫ്റ്റി 50, 200 കൊടുക്കുമ്പോൾ നിഫ്റ്റി 200, 100 കൊടുക്കുമ്പോൾ നിഫ്റ്റി 100. അങ്ങനെ പല രീതിയിലും നമുക്ക് മാറ്റാം. ചില ആളുകൾ വീണ്ടും ഈ 50-200 ആണല്ലോ,
ഈ 200 മൂവിങ് ആവറേജിന് പകരം ഇവിടെ 100 ആക്കിയാൽ കുറച്ചും കൂടി സ്റ്റോക്ക് കിട്ടും. അതിനെന്താ അർത്ഥം? 100 മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ 100 ദിവസത്തെ മൂവിങ് ആവറേജ് ആണ്. ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് 100 മാറ്റിയതിന് ശേഷം ഞങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പതഞ്ജലി എന്ന് പറഞ്ഞ സ്റ്റോക്കുകൾ വന്നു. കാരണം 100 ദിവസത്തെ ആവറേജ് ആണ്. ഇപ്പോൾ 100 ദിവസത്തെ ആവറേജിന് 50 ദിവസത്തെ ആവറേജ് മറികടന്നു. നമ്മൾ നേരത്തെ പക്ഷേ ഇത് ഗോൾഡൻ ക്രോസ് ഓവർ ആണോ? അല്ല. ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത് 200 ആണ്. പക്ഷേ 100നും പൊട്ടൻഷ്യൽ ഉണ്ട്. അതിന് ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്ന വലിയ പേരില്ല എന്ന് മാത്രമാണേ ഉള്ളൂ. അതും ഒരു ബ്രേക്കൗട്ടാണ്. അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുക, റൺ ചെയ്യുക, സ്റ്റോക്കുകളെ പിക്ക് ചെയ്യുക. ഒരുപാട് സ്ട്രാറ്റജീസിലെ ചെറിയൊരു സ്ട്രാറ്റജി മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോ ആയിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.